ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂചി നൂലിൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മെഷീനിൻ്റെ നൂല് പൊട്ടുന്ന സംഭവങ്ങളായിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ മെഷീനിൻ്റെ നൂല് പൊട്ടുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുള്ള പലരും ഓരോരോ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ മെഷീനിൻ്റെ നൂല് പൊട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ നൂലാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എവിടേക്കാണ് കഴിച്ച് പണിയെടുക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഫസ്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു അടിഭാഗത്ത് നമ്മൾ ഈ ഒരു ബോക്സിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ അല്ല, നമുക്ക് ഇതിനെല്ലാത്തിനും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പാൻഡർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ടാണ് ഇതാണ് അത്. എല്ലാ സംഭവങ്ങളും കഴിക്കുന്നത് നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഇതിന് എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ അടിഭാഗത്തുള്ള ഇതൊക്കെ നമുക്ക് ബോബിൻ കൈസ് ഒക്കെ നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ മെഷീന് സൂചി കൊണ്ട് ആണ് ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ സൂചിയുടെ തുമ്പ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചിക്ക് നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു മുന ഉണ്ടോ നോക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നൂല് വലിയൽ, നൂല് പൊട്ടൽ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെഷീൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് സൂചിയാണ് നമ്മൾ ഫസ്റ്റ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 2 സ്ക്രൂ ഇളക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാഡ് നമുക്ക് ഇതിന് ഊരിയെടുക്കാം. പിന്നെ അടുത്ത പ്രശ്നങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും. കാരണം ഒരുപാട് നമ്മുടെ നൂല് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ആകുമ്പോൾ അതിലൊരുപാട് നൂലുകൾ ഇവിടെയൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മെഷീൻ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിപ്പിൽ ഇതിൻ്റെ ഒരു മെഷീൻ്റെ ടീത്തിലൊക്കെ നമ്മൾ ഒന്നായിട്ട് നമ്മൾ നൂല് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അതൊന്നും ഇങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കാം. അത് ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സ്പാൻ തന്നെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല നൂലിൻ്റെയും അതുപോലെ പൊടിയുടെയും ഒക്കെ കട്ടായിട്ടുള്ള ചളി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ നൂലുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ ഓയിൽ കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഒന്ന് എണ്ണ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഇളക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചളിയൊക്കെ എളുപ്പത്തിൽ തന്നെ പൊടി അതുപോലെ നൂലൊക്കെ കട്ട പിടിച്ച് എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ആ 2 ബ്ലാക്ക് ഉള്ള ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോബിൻ കൈസ് ഇടുന്ന ആ ഒരു ഇതൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ഓയിൽ തുടച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് അതിൽ പൊടിയൊക്കെ ശരിക്ക് പിടിച്ചിരിക്കുള്ളൂ. നമ്മൾ ഷിഫോണിൻ്റെ ഒക്കെ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ക്ലോത്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്ക് നമ്മൾ തുടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശരിക്ക് പോരില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓയിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലോത്തിൽ വേഗത്തിൽ പൊടിയും ഒക്കെ വേഗം പോരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം എടുത്തൊന്ന് ഓയിലിട്ട ശേഷം എല്ലാ ഐറ്റംസും അവിടെ തന്നെ തിരിച്ച് വെക്കാം. അപ്പോൾ അതൊക്കെ ഫുള്ള് എല്ലാതും അവിടെ തന്നെ തുടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെക്കേണ്ട കറക്റ്റ് വീഡിയോ ഞാൻ മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മറ്റേ മെഷീൻ്റെ വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ടു നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് അവിടെ തന്നെ വെച്ചു. ഇനി നമുക്ക് അടുത്തത് ഈ ഫൂട്ടിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു കമ്പിയുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് പൊടി ഉണ്ടാവും. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാനുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതൊക്കെ നൂല് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ മെഷീനിൽ ക്ലീൻ ആയിരിക്കുന്നുണ്ടോ നമുക്ക് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രൂ കഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണാം. അപ്പോൾ ഇതിലൊക്കെ എവിടെയെങ്കിലും ആയിട്ട് പൊടികളൊക്കെ ഉണ്ടോ, നൂലൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റിലൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നൂല് കട്ട പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നൂല് കെട്ട് കുടുങ്ങുക എന്ന് പറയില്ല, നൂലിങ്ങനെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന ടൈമിൽ കെട്ട് കുടുങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്തൊക്കെ. അവിടെയൊക്കെ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേറെ എടുത്തെടുക്കാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ഓയിൽ കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ ബോർഡ് ഇവിടെ തന്നെ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് അവിടെ തന്നെ അത് ഉറപ്പിച്ചിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ തന്നെ വേഗത്തിൽ അത് അവിടെ തന്നെ ഫിക്സ് ആയിരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സൂചി മാറ്റിയെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൂചിയിൽ എന്തെങ്കിലും പൊട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ശരിയല്ലാതാവുക, അല്ലെങ്കിൽ നൂല് പൊട്ടുക എന്നുള്ള പരിപാടിയൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സിമ്പിൾ മെഷീനിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലത്തെ സൂചിയാണ് നമ്മൾ വാങ്ങേണ്ടത്. അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ ഇതായിട്ടുള്ള, അതായത് മെഷീൻ സംബന്ധമായിട്ടുള്ള എല്ലാ കടകളിലും അതുണ്ടാവും. അത് മെഷീൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെ അത് വാങ്ങണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരന്ന ഭാഗം അപ്പുറത്തേക്ക് തിരിച്ചിട്ടാണ് നമ്മളിത് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നത്. ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചിയുടെ പരിപാടി ക്ലിയർ ആയി. പിന്നെ അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കോട്ടൺ ക്ലോത്തിലാണെങ്കിൽ ഇത് 4, ഇനി അഥവാ സ്റ്റിച്ച് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ 3ലേക്കോ 5ലേക്കോ മാറ്റിയിട്ട് നമുക്ക് ബനിയൻ ക്ലോത്തിലും കോട്ടൺ ക്ലോത്തിലും ഷിഫോൺ എല്ലാ സംഭവമായിട്ടുള്ള എല്ലാ ക്ലോത്തിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇതിനെ ശരിയാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റിച്ച് അകലം ക്രമീകരിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സൂപ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നൂല് ഇതാക്കുന്ന സംഭവം, നൂലിടുന്നത് കുറേ പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിലൂടെ ഇങ്ങനെ ഇട്ട് വന്നിട്ട് 2 പോയിൻ്റായി, ഇത് 3, ഇതിങ്ങനെ ഇതിലൂടെ കോർത്ത് വന്നിട്ട് 4, ഇങ്ങനെ സിമ്പിളാണ് ഇട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അക്കങ്ങളൊക്കെ അതുമ്പോൾ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിലൂടെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സൂചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂചിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എത്ര ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നൂലൊന്ന് കട്ട് ചെയ്ത് നോക്കുക. നമുക്ക് വേഗത്തിൽ ഇടാൻ പറ്റും. നമ്മുടെ കണ്ണിനൊന്നും സ്ട്രെയിൻ ചെയ്യിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോബിൻ കേസ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കാനുള്ളതാണ്. നമ്മുടെ നൂലിതേ ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് തന്നെ പിടിച്ചിട്ട് വേണം. നമ്മുടെ നൂല് നേരെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തേക്ക് തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതിടരുത് കേട്ടോ, നൂലിടരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിച്ച് അടിനൂലിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്തെങ്കിലും ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 2 സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ള അടുത്ത പരിപാടി പറഞ്ഞുതരാം. നൂല് പൊട്ടുന്നതിന് കാരണമായിട്ടുള്ള ഇതുപോലത്തെ ചപ്പിയിട്ടുള്ള ഇതൊന്നും എടുക്കാതിരിക്കുക, ഹോൾസുള്ള നൂലുകൾ ഒന്നും എടുക്കാതിരിക്കുക. പിന്നെ ഇതുപോലെ കയ്യാനായിട്ടുള്ള നൂലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ നൂലിങ്ങനെ ഇങ്ങനെ ചുറ്റി തുടങ്ങുന്ന ഒരു ടൈമിൽ നമ്മളതൊരു ചെറിയൊരു തോതിൽ കെട്ട് കുടുക്കിയിട്ടൊക്കെ ആവും അതിലുണ്ടാവുക. അപ്പം നമ്മളത് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റിക്ക് എത്തുമ്പോൾ നമ്മളിങ്ങനെ വലിഞ്ഞ് വരുന്ന ടൈമിൽ അത് നൂല് പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒക്കെ ഇതിൽ നമുക്ക് ഈ ബോബിൻ കേസിൽ നമുക്ക് ഇത് നൂല് ചുറ്റിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കഴിയാനായിട്ടുള്ള നൂല് നമുക്ക് ഇങ്ങനെ ചിലവാക്കിയിട്ട് എടുക്കാം. മറ്റേ നമുക്ക് അതുപോലെ കഴിയാനായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കത് ഇതുപോലെ യൂസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ്റെ അടിഭാഗത്താണോ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീനിൽ മുകളിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവം കൊണ്ട്, നമ്മളിപ്പോൾ മുകളിൽ എന്ത് പരിപാടിയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിന് കോട്ടാൻ പറ്റിയതുകൊണ്ടാണ് നമ്മുടെ അടിനൂല് കുഴപ്പം പറ്റുന്നത്. ഇനി നമ്മുടെ മേൽഭാഗത്താണ്, നമ്മുടെ സ്റ്റിച്ചിൻ്റെ മേൽഭാഗത്താണ് എന്തെങ്കിലും കുഴപ്പമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെഷീൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെഷീനെ നമുക്ക് എന്നും കൊണ്ടു നടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സിമ്പിൾ മെഷീൻ ഇഷ്ടമായിട്ടുള്ളവരും അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുള്ളവരും സ്റ്റിച്ചിങ് ചാനൽ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് മെഷീൻ സംബന്ധമായിട്ട് സ്റ്റിച്ച് സംബന്ധമായിട്ട് എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുതരും. എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. പിന്നെ ഞാൻ അന്നനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടേണ്ടതെന്ന് കേട്ടോ. കാരണം നമ്മുടെ ഒരുപാട് സ്റ്റിച്ചുകളുള്ള മെഷീനാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.